അന്ത്യവിധി ദിനത്തിൽ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരുമെന്ന് തിരുവചനം പറയുന്നു. ഈ അന്ത്യവിധിയിൽ വെളിവാക്കപ്പെടുന്നത് നാം ഈ ജീവിതത്തിൽ ചെയ്ത നന്മകളും പരസ്നേഹ പ്രവൃത്തികളുമാണ്. ഓരോ തിന്മയും പാപവും അന്ത്യവിധിയിൽ തീർപ്പാക്കി എന്നേക്കുമായുള്ള ശിക്ഷാവിധിയിലേക്ക് നമ്മെ എത്തിക്കുന്നു. അതിനാൽ നമുക്ക് ഇനി മുതൽ ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി പരസ്നേഹ പ്രവർത്തികൾ ജീവിച്ച് അന്ത്യവിധിയിലെ സ്വർഗീയ ഉയർപ്പിന്റെ അവകാശികളായി തീരുവാനായി ഒരുങ്ങാം. ഓരോ മനുഷ്യനും ദൈവത്തോടുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥ സത്യം തന്നെയായ ക്രിസ്തുവിന്റെ മുമ്പിൽ ആത്യന്തികമായി വെളിവാക്കപ്പെടും. ഓരോ മനുഷ്യനും തൻ്റെ ഭൗമിക ജീവിതത്തിൽ ചെയ്തതും ഉപേക്ഷിച്ചതുമായ നന്മ അതിൻ്റെ അങ്ങേയറ്റത്തെ അനന്തര ഫലങ്ങളോടൊപ്പം അന്ത്യവിധിയിൽ വെളിവാക്കപ്പെടും. ദുഷ്ടന്മാർ ചെയ്തതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവർ അതറിയുന്നില്ല. നമ്മുടെ ദൈവം ആഗതനാകുമ്പോൾ അവിടുന്ന് നിശബ്ദത പാലിക്കുകയില്ല. തൻ്റെ ഇടതുവശത്തുള്ളവരെ നേരെ അവിടുന്ന് തിരിയും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പാവപ്പെട്ട ചെറിയവരെ ലോകത്തിൽ സ്ഥാപിച്ചു. ഞാൻ അവരുടെ ശിരസ് എന്ന നിലയിൽ എൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. പക്ഷേ ഭൂമിയിൽ എൻ്റെ അവയവങ്ങൾ വേദന അനുഭവിക്കുകയായിരുന്നു. ഭൂമിയിലുള്ള എൻ്റെ അവയവങ്ങൾ ആവശ്യത്തിൽ പെട്ടു ഉഴലുകയായിരുന്നു. എൻ്റെ അവയവങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തെങ്കിൽ നിങ്ങൾ കൊടുത്തത് അവരുടെ ശിരസിലെത്തുമായിരുന്നു. ആരാണ് ശിരസ്? കർത്താവ്. എൻ്റെ എളിയവരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭൂമിയിൽ സ്ഥാപിക്കുകയും നിങ്ങളുടെ നന്മപ്രവൃത്തികളെ എൻ്റെ നിക്ഷേപത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ കാര്യവിചാരിപ്പുകാരായി ഞാൻ അവരെ നിയമിക്കുകയും ചെയ്തപ്പോൾ അവർ ആവശ്യങ്ങളിൽ കഴിയുന്നവരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ നിങ്ങൾ അവരുടെ കൈകളിൽ ഒന്നും വെച്ച് കൊടുത്തില്ല. അതുകൊണ്ട് എൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കും യാതൊന്നും കണ്ടെത്തിയില്ല. ഞാൻ നിങ്ങളെ അറിയില്ല. അപ്പോൾ ഇവിടെയെല്ലാം കാണുന്ന ഒരു പ്രത്യേക ട്യൂൺ പരസ്നേഹത്തിൻ്റെയും നന്മ പ്രവർത്തിക്കുന്നതിൻ്റെയുമാണ്. ഈ പരസ്നേഹം നന്മ പ്രവർത്തിക്കുന്നതിൻ്റെ നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ചല്ലോ. എന്താ അതിൻ്റെ കണക്ക്? നെടുകയും കുറുകയുമുള്ള 2 മരക്കഷ്ണേ ഇല്ലേ? അതിനൊരു കണക്ക് അവസാനം പറയും. എന്തുകൊണ്ടാ? നെടുകയുള്ള മരക്കഷ്ണം 3 പ്രമാണങ്ങളും കുറുകയുള്ള മരക്കഷ്ണം 7 പ്രമാണങ്ങളുമാണ്. നമ്മൾ ഈ 3 പ്രമാണം മാത്രം പാലിച്ച് നടന്നതുകൊണ്ട് കാര്യമാവോ? കാര്യമാവില്ല. കുരിശായില്ല അവിടെ, രക്ഷയായില്ല അവിടെ, ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ആണിയടിക്കപ്പെട്ടില്ല. ആ 7 പ്രമാണങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തു? ഇതാണ് അവസാനത്തെ കണക്ക്. നമ്മൾ മത്തായി 25-ാം അധ്യായത്തിൽ പ്രധാനമായ 3 ഉപമകളാണുള്ളത്. നമ്മൾ ധ്യാനിച്ചതാണ്, എങ്കിലും ഇപ്പോൾ ആണ് അതിൻ്റെ പ്രസക്തി. ആദ്യത്തെ ഉപമ എന്താണ്? 10 കന്യകമാരുടെ ഉപമയാണ്. അതാണ് ഇതിൻ്റെ എല്ലാം കേന്ദ്രബിന്ദു. അത് കഴിഞ്ഞിട്ടുള്ള ഉപമ താലന്തുകളുടെ ഉപമയാണ്. താലന്തുകൾ തന്നു, എന്തു ചെയ്തു? നിങ്ങൾ ഇരട്ടിച്ചോ അതേ കുഴിച്ച് മൂടി വെച്ചോ? അത് കഴിഞ്ഞിട്ടാണ് നന്മ ചെയ്തവർ, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നില്ല. ഒരു വശത്ത് എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, അവർ വേറൊരു വശത്ത്. പ്രവൃത്തി. ഇത് ഭൗതികമായ ദാരിദ്ര്യത്തിൽ മനുഷ്യനെ സഹായിക്കുന്നത് മാത്രമല്ല, ആത്മീയമായ വിശപ്പാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ സ്നേഹത്തിനു വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടിയും അവരുടെ ആത്മീയ പ്രയത്നങ്ങളിൽ സഹായത്തിനു വേണ്ടി എന്തോരം ആളുകൾ കേഴുന്നു. അവരെ ആത്മീയമായി നമ്മൾ സഹായിച്ചിരുന്നെങ്കിൽ അവർക്കത് ഭൗതികമായ സഹായം ഓട്ടോമാറ്റിക്കലി ആയേനെ. ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ 100-ൽ പരം ധ്യാന കേന്ദ്രങ്ങളുണ്ട്. എന്തുകൊണ്ട്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തീയ വിശ്വാസം ഈ ഭാരത മണ്ണിൽ വന്നിട്ടും ഇന്നും ഈ ഭാരതത്തിൽ ക്രിസ്ത്യാനികൾ വെറും 2% എന്തുകൊണ്ടാണ്? ഒരു കാലഘട്ടങ്ങളിൽ നമ്മളാരും ദാഹിച്ചവന് വചനം കൊടുത്തില്ല. അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. ആ കുരിശ് 2 മരക്കഷ്ണമായിട്ട് പല സ്ഥലത്തും കുഴിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ മുൻപേ കൂടി പലരും പോകുന്നുണ്ട്.
പക്ഷെ ആരും ആ കുരിശിൻ്റെ നിശബ്ദ ശബ്ദം ശ്രദ്ധിച്ചില്ല. വിശ്വാസികളായ നാം എല്ലാവരും ഞായറാഴ്ച അല്ലെങ്കിൽ പള്ളിയിൽ മണിയടിക്കും. എടാ ദേ മണിയടിക്കണേ, പള്ളിയിൽ പോകണല്ലേ? അതെ പോണ പോവാ. ആ മണിയടിക്കണോണ്ട് പള്ളിയിൽ പോയി. മണിയടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതും പോകില്ലായിരുന്നു. ഞായറാഴ്ച കുർബാന കണ്ട് പള്ളിയിൽ മണിയടിക്കുമ്പോഴേക്ക് ബാവായിക്ക് മൂത്രം ചൊല്ലി അല്ലെങ്കിൽ കുരിശ് വരച്ച് സന്ധ്യാനമസ്കാരം ചെയ്ത് ക്രിസ്ത്യാനിയായി. ഇതിൽ കൂടുതൽ വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയും ഒരു ക്രിസ്തീയതയുണ്ട്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നന്മ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. നമ്മുടെ ഈ രാജ്യത്ത് തന്നെ എന്തോരം ആളുകളാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്നത്, എന്തോരം ആളുകളാണ് സഹായത്തിന് ആവശ്യമായുള്ളവരെ കാണുന്നത്. അവരെ സഹായിക്കാൻ ഇന്നത്തെ ക്രിസ്തീയ സമൂഹം കടപ്പെട്ടവരല്ലേ? ഓരോ ഇടവകളിലും എന്തോരം ധനവാന്മാരാണുള്ളത്, അതോടൊപ്പം തന്നെ എന്തോരം ദരിദ്രരാണുള്ളത്. സ്വർഗരാജ്യം കിട്ടാനായിട്ട് എത്ര എളുപ്പമാണ്. ആ ദരിദ്രരെല്ലാം വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്നാൽ പോരെ? അല്ലെങ്കിൽ അവർക്ക് നമുക്കുള്ളത് ഭാഗിച്ച് അവർക്ക് കൊടുത്താൽ പോരെ? അതാണ് ദൈവരാജ്യം വിൽക്കൽ വാങ്ങലുണ്ടെന്ന് പറയണത്. അതിൻ്റെ ഇടയ്ക്ക് കച്ചവടമാക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. എന്ത് കച്ചവടമാക്കാമെന്ന്? ദൈവരാജ്യത്തെ കച്ചവടമാക്കാം. കച്ചവടം. ഇത് ബൈബിളിൽ എഴുതിയേക്കണ പറഞ്ഞതാ. എവിടെയാണ് എഴുതിയേക്കണേ? 13-ാം അധ്യായം, മത്തായി 13-ാം അധ്യായം 42-44 വചനം ഒന്ന് വായിച്ചേ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ കച്ചവടമാക്കുന്നു. ആ വയൽ വാങ്ങുന്നു. കഴിഞ്ഞില്ല. 2 കച്ചവടമാണ്. വീണ്ടും ഒന്നുകൂടി പറയാം. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തിയപ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ഒരുവന്റെ കയ്യിൽ 10 ലക്ഷം രൂപ ബാങ്കിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് സ്വർഗരാജ്യം കിട്ടുമോ? എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഒരു രത്നം കണ്ടെത്തി. എന്താണ് അവൻ കണ്ടെത്തുന്ന രത്നം? അപ്പോൾ അവിടെ വഴിയരികിനെ ഒരു തള്ള ഒരു കുടിൽ കെട്ടി കിടക്കാം. എല്ലാ ദിവസവും അതിലെ പോണ നേരത്ത് അവിടെ കിടക്കേണ്ട ആ കുടിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ അന്ന് അവന് തോന്നുകയാണ്, ഈ ചെറിയവരിൽ ചെറിയവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ, അതാണ് അവിടുത്തെ രത്നം. അവനുടനെ അവളെ വിളിച്ചുകൊണ്ട് പോയി തൻ്റെ പുരയിടത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം മേടിച്ച് 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്ത് ഒരു വീടങ്ങ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പം എന്തായി? 10 ലക്ഷം രൂപ അവിടെ കിടന്നുകൊണ്ട് സ്വർഗരാജ്യം കിട്ടുമോ? പക്ഷേ ഈ 1 ലക്ഷം രൂപ ഈ ദാരിദ്ര്യയായ സഹോദരിക്ക്, ക്രിസ്തുവിൻ്റെ സഹോദരിക്ക് കടപ്പണമുണ്ടാക്കി കൊടുക്കുകയോ അവരുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യമായ ദാരിദ്ര്യം അവസാനിക്കുന്നതിനുള്ളൊരു വ്യവസ്ഥത ഉണ്ടാക്കി കൊടുക്കുകയോ, അവൾക്കൊരു തയ്യൽ മിഷൻ മേടിച്ചു കൊടുത്തുകൊണ്ട് നീ തയ്ച്ച് കാശുണ്ടായിക്കോ, അവൾക്ക് 2 ആടിനെ മേടിച്ചു കൊടുത്തുകൊണ്ട് നിൻ്റെ ഉപജീവനത്തിന്, അവൾക്കൊരു പശുവിനെ മേടിച്ചു കൊടുത്തുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്തോ, അവൾക്ക് 2 പന്നീനെ മേടിച്ചു കൊടുത്തുകൊണ്ട് ഇതിനെ വളർത്തി കാശുണ്ടായിക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഈ ബാങ്കിൽ കിടന്ന പൈസ എന്തായി മാറി? ദൈവരാജ്യമായി മാറി. വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കോ. ഒരു ഷോർട്ട് കട്ടാണ് പറയണത്. ഇത് ഈ ഭൂമിയിലുള്ള എല്ലാ സമ്പത്തുകളും ദൈവം ആർക്ക് വേണ്ടി തന്നേക്കണതാ? എന്താ ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ? എല്ലാവർക്കും വേണ്ടി തന്നിരിക്കുന്നതാണ്. ആർക്ക് വേണ്ടി? എല്ലാവർക്കും വേണ്ടി. അത് സൃഷ്ടാവിൻ്റെ ഈ പദ്ധതിയെ മനസ്സിലാക്കിക്കൊണ്ട് സൃഷ്ടാവിൻ്റെ ആ സ്നേഹം ഉൾക്കൊണ്ടുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമുണ്ടാവും. അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ പന്തക്കുസ്ത നടന്നു.
3-ാം അധ്യായത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു. മുടന്തൻ ചാടണു, വലിയ സുവിശേഷ പ്രഘോഷണം. 4-ാം അധ്യായത്തിൽ എന്ത് നടന്നു? 4-ാം അധ്യായത്തിൽ എന്ത് നടന്നു? വലിയൊരു അത്ഭുതം നടന്നു. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 4-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ പറയുകയാണ്, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, എല്ലാവരും കരമുയർത്തി, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി ആരുമുണ്ടായിരുന്നില്ല. അവരുടെ ഇടയിൽ എന്തുകൊണ്ട്? അവർ വിശ്വാസികളുടെ സമൂഹം ഒരാത്മാവും ഒരു ഹൃദയവുമായിരുന്നു. ഇവിടെയാണ് ക്രിസ്തു ഉരുവാകുന്നത്. ഇതാണ് ലക്ഷ്യം. ഇങ്ങനെ സാമൂഹികമായ ഒരു മാനമുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോഴേ ദൈവരാജ്യം, അപ്പോഴേ സുവിശേഷവൽക്കരണം പൂർണ്ണമാകുകയുള്ളൂ. സുവിശേഷവൽക്കരണം പൂർണ്ണമാകുക എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെയുള്ള ഈ വേലിയേറ്റം അല്ലെങ്കിൽ ഈ ശക്തമായ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്തോരം ആളുകളാണ് പരസ്നേഹ പ്രവർത്തനത്തിൽ ഇടപെടുന്നത്. എത്ര വീടുകളാണ് മറ്റ് പാവങ്ങളെ സഹായിക്കുന്നത്. ഇത് ഇപ്പോൾ ഉള്ള തോതിൽ നടന്നാൽ പോരാ, ഇനിയും കൂടുതൽ ശക്തമായി നടക്കണം. നമ്മൾക്ക് അഭിഷേകമില്ലാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. സുവിശേഷം നമ്മൾ വെറും പ്രസംഗിക്കാനും പഠിക്കാനും മാത്രമായാൽ പോരാ. സുവിശേഷ ജീവിതത്തിൽ ഈ ഭാഗം നമ്മൾക്ക് കാണാം. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിലെല്ലാം പങ്കുവെക്കലിൻ്റെ ഒരു കഥ. സഖ്യേവൂസിൻ്റെ ഭവനത്തിൽ ചെന്നു. ഉടനെ വെളിച്ചം കിട്ടി സഖ്യേവൂസിന്. ആദ്യം കിട്ടിയ വെളിച്ചം എന്താ? കർത്താവേ, ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി പാവങ്ങൾക്ക് കൊടുത്തേക്കാം. കണ്ടോ? കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷയുണ്ടായി. ഒരു സഹോദരൻ നമ്മുടെ കേരളത്തിൽ, നാടും പ്രദേശവും ഒന്നും പറയുന്നില്ല, അദ്ദേഹത്തിന് 2 ഏക്കർ 96 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ വലിയ ഒരു വീടുണ്ട്. എന്തോയൊക്കെ പ്രശ്നമുണ്ട്. വീട് വിൽക്കപ്പെടുന്നില്ല. സ്ഥലം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും വിറ്റ് അവിടെ നിന്ന് വേറെ എന്തെങ്കിലും ചെയ്യണം. പലരും പറഞ്ഞു അതിൻ്റെ പേര് ബന്ധനമുണ്ട്, അതിൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പലരെയും പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹം വന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിലൂടെ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, സാർ എങ്ങനെയായാലും ഒന്ന് വന്ന് അവിടെ നിന്നും പ്രാർത്ഥിക്കണം, ഭയങ്കര ബന്ധനം. ശരി, ബന്ധനമുണ്ടെങ്കിൽ വരാം ഇല്ലേ? നമ്മളെന്താ ബന്ധനമുള്ളിടത്തേക്ക് നമ്മൾ പേടിച്ച് നിൽക്കരുതല്ലോ. പക്ഷേ പോയപ്പോൾ എന്താ, അവിടെ ഒരു ബന്ധനമില്ല. അതിൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു ചെറിയ കുടിലുണ്ട്. ആ പെരയിടത്തിൻ്റെ കോർണറിൽ ഒരു ചെറിയ കുടിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തൊഴുത്തുമാരുണ്ടായിരുന്ന സാധനമായിരുന്നു. അതിപ്പോൾ കുറച്ച് മോഡിഫൈ ചെയ്ത് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തേക്കാം 300 രൂപയ്ക്ക്, ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇയാൾക്ക് വാടകയ്ക്ക് കൊടുക്കണതിന് പോരാ അതങ്ങ് എഴുതി കൊടുത്തൂടെ? എന്തായി പറയണേ സാറ്, എന്തായി പറയണേ? ഇയാൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ ദിവസം 150 200 രൂപ കിട്ടുമായിരിക്കും അയാൾക്ക്. അയാളുടെ ജീവിതം മുഴുവനും ഓട്ടോറിക്ഷ ഓടിച്ചാൽ അയാൾക്കൊരു വീടുണ്ടാക്കാൻ പറ്റുമോ? അയാൾക്ക് കിട്ടുന്ന ഈ 200 രൂപയും കൊണ്ട് അയാൾക്ക് അന്നു വേണ്ട കഞ്ഞിയും ചോറും ഉണ്ടാക്കാനേ പറ്റുള്ളൂ, പിള്ളേർക്കും ഭാര്യയ്ക്കും കൊടുക്കാൻ ഇല്ലേ? ശരിയാണോ ഇല്ലയോ? നിങ്ങൾക്ക് 2 ഏക്കർ 96 സെൻറ്റ് സ്ഥലമില്ല, അതിനകത്തൊരു 3 സെൻറ്റ് സ്ഥലം അയാൾക്ക് കൊടുത്ത് അപ്പോൾ ദൈവരാജ്യം വരും. ഇത് ഭയങ്കര ദേഷ്യമായി അദ്ദേഹത്തിന്. അപ്പോൾ ഞാൻ പറയുന്ന ഇത് കൊടുക്കണ്ട, ആ പുരയിടത്തിൻ്റെ ഏറ്റവും ബാക്കിൽ ഒരു ചെറിയ ഒരു ഇത്തിരി സ്ഥലം കൊടുക്കുക ആർക്കെങ്കിലും. സാധിച്ചില്ല. ഹി കുഡ് നോട്ട് ഡു ഇറ്റ്. ഇവിടെയാണ് ബന്ധനം എന്ന് പറയുന്നത്. ഇപ്പം എന്താ അവിടെ ബന്ധനം?
ഈ സ്ഥലം തന്നെയാണ് അയാളുടെ കഴുത്തിൽ തൂക്കി കിടക്കുന്നത്. അതാണ് ബന്ധനം. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നുണ്ടോ? ഇതാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഇത് സുവിശേഷത്തിൻ്റെ പ്രധാന നിയമങ്ങളായ പരസ്നേഹത്തിൻ്റെ ആ കുറുകെയുള്ള മരപ്പലകയ്ക്ക് അതോടൊപ്പം അന്ത്യദിനത്തിലുള്ള വിധിയുടെ പ്രധാന ഒരു ഘടകമാണ്. ഈ വിധിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് ആ 5 കന്യകളുടെ മാതിരി വെളിച്ചമുണ്ടാകണം. ഈ വിധി മനസ്സിലാക്കുമ്പോൾ അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് മുത്ത് എന്ന് പറയുന്നത്. ഈ മുത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ, ഈ പേള് കണ്ടെത്തി കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും 5 സെൻ്റല്ല 10 സെൻ്റല്ല, അതിനകത്ത് പകുതി മുറിച്ചു കൊടുക്കും. കാരണം അവനിത് കെട്ടിക്കൊണ്ട് പോകാനുള്ളതാണോ സ്വർഗത്തിൽ? അവൻ വെറും കൈയോടെ വന്ന് എല്ലാവരും വെറും കൈയോടെ പോകും. ഇത് കൊടുത്തു കഴിയുകയാണെങ്കിൽ കർത്താവ് എന്തോരം വേറെ നല്ലത് തരാൻ പറ്റും. ഞങ്ങളിങ്ങനെ പലർക്കും ചെറിയ വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇതാ. പല ധനവാന്മാരായിട്ടുള്ള ആളുകൾക്ക് വലിയ പ്രശ്നങ്ങളുള്ളവരുണ്ട്. വർഷങ്ങളായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണതാണ്, ഒന്നും നടക്കണില്ല, ഒരു കാര്യവും നടക്കണില്ല. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വേറൊരു ശുശ്രൂഷ നടത്തണം. ഇത് ആത്മാർത്ഥമായിട്ട് പറയാ. ഞാനൊരു വ്യക്തിയോട് പറയുന്നത്, സാറിന് ഇത്രയും ഇതുണ്ട്, കടബാധ്യതയുണ്ട്, 1.5 കോടിയുടെ കടബാധ്യതയാണ്. ഇതിങ്ങനെ മാറി കൂടിക്കൂടി വരികയാണ്. സ്ഥലങ്ങളൊന്നും വിറ്റ് പോണില്ല. മേടിച്ച സ്ഥലങ്ങളെല്ലാം വില കുറഞ്ഞിരിക്കണു. ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്, എന്താ പറഞ്ഞിട്ട് കാര്യം? അതിനേക്കാൾ കൂടുതൽ കടമുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു പണി ചെയ്യാമോ? ഏതായാലും ഇത്രയും കടമായി, ഒരു 3 സെൻറ്റിനും കൂടി അങ്ങ് കടമാകും. നിങ്ങളുടെ സ്ഥലത്തിൽ ഒരു 3 സെൻറ്റ് ഒരു പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ 3 സെൻറ്റ് സ്ഥലത്തിന് അന്ന് അവിടെ 75,000 രൂപ വിലയുണ്ട് ആ 3 സെൻറ്റ് സ്ഥലത്തിന്, അവിടുത്തെ കണക്കനുസരിച്ച്. പക്ഷേ നിങ്ങൾക്ക് 1.5 കോടിയുടെ കടബാധ്യതയും ഈ 3 സെൻറ്റിൻ്റെ 75,000 രൂപയും കൂടി ത്രാസിൽ വയ്ക്കുകയാണെങ്കിൽ, 2 തട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഏതിനായിരിക്കും ഭാരം കൂടുതൽ? കർത്താവിൻ്റെ കർത്താവിൻ്റെ ത്രാസിൽ ഏതിനാണ് ഭാരം കൂടുതലുണ്ടാവുക? ഏതിനാണ് കൂടുതൽ ശക്തി ഉണ്ടാകുക? മനസ്സിലായോ? ഈ 3 സെൻറ്റ് സ്ഥലത്തിൻ്റെ ആ 75,000 രൂപയ്ക്കാണ്. അതിൻ്റെ അർത്ഥം ഈ 3 സെൻറ്റ് സ്ഥലത്തിൻ്റെ 75,000 രൂപയും കൊണ്ട് 1.5 കോടിയുടെ കടത്തിനെ ഫുട്ബോൾ അടുപ്പിക്കുന്ന മാതിരി തെറിക്കാന്ന് ഞാൻ പറയണത്. ഇത് എൻജിനീയറിംഗാ, ലിവറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് എന്തിനു പറയണ്? ഈ വെളിച്ചം ഏറ്റവും ഇത് അദ്ദേഹത്തിന് മനസ്സിലായി. പ്രാർത്ഥന കുറേ ചെയ്യണോണ്ടാണ്. ഉടനെ എൻ്റെ കൂടെ വന്നു, ആ സ്ഥലത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇത് നിൻ്റെ വചനമനുസരിച്ച് ഒരു പാവപ്പെട്ടവന് കൊടുക്കുകയാണ്. നീ വീട് വയ്ക്കാൻ നമ്മൾ വേറെ ആളോട് ചോദിച്ചോളാം, അപ്പോൾ വേറൊരു പണക്കാരൻ സ്വർഗത്തിൽ കയറും. അങ്ങനെ അദ്ദേഹം ആ സ്ഥലം സറണ്ടർ ചെയ്തു. പോണ വഴിക്ക് പറഞ്ഞു, സാറേ എൻ്റെ ഈ വിൽക്കാത്ത സ്ഥലമൊക്കെ ഇതാ അവിടെയാണ്, സാറ് ഏതായാലും പോണ വഴിക്ക് അതിലൊന്ന് വരാണെങ്കിൽ ശരി വരാം, അവിടെ കയറി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച്, കർത്താവേ നീ സക്കേബൂസിൻ്റെ ഭവനത്തിൽ വന്ന മാതിരി ഇന്ന് ഈ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്താൽ ആവുന്നത് ഇത്രയും കടബാധ്യതയൊക്കെ ഉണ്ടായിട്ടും 3 സെൻറ്റ് സ്ഥലം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് കരുണ കാണിക്കണം, ഈ കടബാധ്യതയൊക്കെ തീരാൻ വേണ്ടിയുള്ള വഴി കാണിച്ചു തരണം. ഈ സ്ഥലം വിറ്റ് പോകുകയാണെങ്കിൽ കുറേ ആശ്വാസമാവും. എന്തിനു പറയണു? 3-ാം ദിവസം, ഉയർപ്പിൻ്റെ കണക്കാണ്, 3-ാം ദിവസം ആ സ്ഥലം ഇദ്ദേഹം ഉദ്ദേശിച്ചതിനും കൂടുതൽ വിലയ്ക്കും ഈ 3 സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസയും കൂടി അതിലും കൂടുതൽ വസൂലാക്കി അത് വിൽക്കപ്പെട്ടു. അപ്പോൾ ഈ നേരത്തെ തോന്നി, എടാ ഇത് നല്ല ഉദാഹരണമാണല്ലോ. അതാണ് അവിടെ 2 ഉദാഹരണം എഴുതിയേക്കണത്. ഏത് 13-ൽ? ഒന്ന് സ്ഥലം കണ്ടെത്തിയപ്പോൾ അത് വിറ്റ്, അത് കഴിഞ്ഞിട്ട് വ്യാപാരി വേറൊന്ന്, അതിലും വലിയ കണക്ക് കൂട്ടി. എന്താ? രത്ന വ്യാപാരിയുടെ കണക്കാണ്. എന്ന പോലെ ഇയാളത് കഴിഞ്ഞിട്ടുണ്ടല്ലോ 10 വീടിന് സ്ഥലം തരിക. അതോടുകൂടി പുള്ളിയുടെ എല്ലാ പ്രശ്നവും തീർന്നു.
എല്ലാ പ്രശ്നവും തീർന്ന് ആൾ സ്വർഗരാജ്യത്തിൽ ആനന്ദകരമായിട്ട് എല്ലാ കടബാധ്യതയും തീർന്ന് എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷകരം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? ഇദ്ദേഹം നമ്മളുടെ കൂടെ എപ്പോഴും കർത്താവിൻ്റെ വേലയ്ക്ക് പാർട്ട്ണർഷിപ്പായി, കർത്താവിൻ്റെ വേലയ്ക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേല നടക്കണം, കർത്താവിൻ്റെ വേല നടക്കണം. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഈ വിൽക്കൽ വാങ്ങൽ മനസ്സിലാക്കണം. അതാണ് ആ 10 കന്യകമാരുടെ ഉപമ. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ വേലയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരും ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം എങ്ങനെയാണ് ജീവിക്കണേ? എന്തോരം സുവിശേഷ പ്രഘോഷകരാണ് വീടും കുടുംബവും നല്ല ജോലിയും എല്ലാം ഉപേക്ഷിച്ച് സുവിശേഷ വേല ചെയ്യുന്നത്. അവർക്ക് വല്ല ഇൻഷുറൻസോ ഗ്രാറ്റുവിറ്റിയോ ബോണസോ പ്രൊവിഡൻറ്റ് ഫണ്ടോ ശമ്പളമോ വല്ലതും ആരെങ്കിലും കൊടുക്കണ്ടോ? എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? അവരാകാശത്തിലെ പറവകളെ മാതിരി ജീവിക്കുന്നു. എന്നാൽ വചനം എന്താ പറയുന്നത്? സുവിശേഷം വേല ചെയ്യുന്നവൻ സുവിശേഷം കൊണ്ട് തന്നെ ജീവിക്കപ്പെടും. അത് കർത്താവ് കാണിച്ചു കൊടുക്കും. പക്ഷെ ആർക്കാണ് ആ കൃപ കിട്ടണമെന്നുള്ളതാണ്. ഇത് വിശ്വാസികളായ നമ്മൾ അറിയണം. അറിഞ്ഞ് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഇങ്ങനെയുള്ള സുവിശേഷ വേല ചെയ്യുന്ന വളരെയധികം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അതും പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആത്മീയമായ അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൗതികമായ സഹായം ചെയ്യാൻ കടപ്പെട്ടവരാണ്. അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നവരെ നമ്മൾ അവരുടെ ഭൗതികമായ കാര്യങ്ങളിൽ സഹായിക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഈ ചെറിയവരിൽ ഒരുവന് 1 ഗ്ലാസ് വെള്ളം നീ കൊടുക്കുകയാണെങ്കിൽ നിനക്ക് അതിന് അനുഗ്രഹം കിട്ടാതിരിക്കുകയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഏത് കൂട്ടരാണെന്ന് അറിഞ്ഞൂടാ. ഏത് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ വിശ്വാസം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ആരിലൂടെയെങ്കിലും കർത്താവ് അത് തന്നുകൊണ്ടിരിക്കും. പക്ഷേ എങ്കിലും ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്.